ചോ ദീപാവലിയാണ് ദീപാവലിയാണ് നമുക്ക് ദീപാവലി ഞങ്ങൾ ദീപാവലിയായിട്ട് ഞാൻ കുറച്ച് പടക്കമുണ്ട്, പിന്നെ പൂത്തിരി ഉണ്ട്. അച്ഛനെ വിളിച്ചൊന്ന് പൂത്തിരി എത്തിക്കാൻ പോകുന്നുണ്ട്. വാ പൂത്തിരി എത്തിക്കാം, വാ ഇനി വാ. ഹായ് 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 അച്ഛാ, ഹാപ്പി ദീപാവലി. വേണ്ടേ ദീപാവലി പൂത്തിരി പൂത്തിരി. അച്ഛന് താല്പര്യമില്ല കേട്ടോ, അത്രയും മാറിയിരിക്കുക. നോക്കിയോ നോക്ക്, നമ്മള് പൂത്തിരി കത്തിച്ചു, പടക്കം ഉണ്ട്. ഞാൻ പടക്കം കത്തിച്ചു, അച്ഛന് താല്പര്യമില്ല. അച്ഛന് ഈ പൂത്തിരി താല്പര്യമില്ല. ഇന്ന് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു മൈക്ക് വെച്ച സംഭവം ചെയ്യുന്നത്. ഒത്തിരി മൈക്ക് മേടിച്ചു, സജിത വൈഫ് മേടിച്ചത്. മൈക്കും അതിന്റെ ഒരു ഈ മൈക്ക് നമ്മള് മൈക്ക് മേടിച്ചു കേട്ടാ. ഇവിടെ ഞാൻ വിളിച്ചേ, സാർ എവിടെ പോവാ? RC ഇവിടെ വേണ്ടേ? ഈ ചെറിയ പടക്കം പിടിച്ചോട്ടെ പുറമെ. പടക്കം പോ. RCയുടെ എങ്ങനെ പടക്കം വരുന്നത്? ഇനി വാ പൊട്ടിക്കട്ടെ. അത് ദീപാവലി ആശംസകൾ എല്ലാവർക്കും. അച്ഛനെ വിളിച്ച് അച്ഛൻ പുറകോട്ട് ഇറങ്ങി വന്നില്ല, അതുകൊണ്ട് അച്ഛനെ അകത്ത് വെച്ച് ഞങ്ങൾ രണ്ടെണ്ണം ഇങ്ങനെ ശ്രദ്ധിച്ചാൽ അച്ഛന് താല്പര്യമില്ല. ഹാപ്പി ദീപാവലി. ദീപാവലി അടിപൊളി. പോവാന്നോ? ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. രാമു മാറാ, മാറാ പടക്കം. രാമു മാറിക്ക്. വീഡിയോ മൊത്തം വീഡിയോ കൊടുക്കണേ. മാറിക്കണേ. എടുത്തോണേ. അങ്ങനെ ഞങ്ങള് ദീപാവലിക്ക് ചെറുതായിട്ട് പടക്കമൊക്കെ പൊട്ടിച്ചു. രണ്ട് കാര്യം അപ്പൊ പൂത്തിരി വേണോ? പൂത്തിരി വീട്ടിലുണ്ട്. അച്ഛ ഇന്ന് ദീപാവലി കേട്ടോ, അപ്പൊ എല്ലാവർക്കും ഹാപ്പി ദീപാവലി. ദീപാവലി ദീപാവലി എന്ന് ഈ ദീപാവലി പണ്ട് അച്ഛൻ എനിക്ക് പടക്കം മേടിച്ചു തന്നിട്ടില്ലയോ? പണ്ട് അച്ഛൻ ഞങ്ങൾക്ക് പടക്കം മേടിച്ചു തരത്തില്ലല്ലോ. അത് തെങ്കാശിന്നും തമിഴ്നാട്ടിൽ. അവിടുന്ന് പണ്ട് അച്ഛൻ നമുക്ക് പടക്കം മേടിച്ചു തരത്തില്ലായിരുന്നോ? അതൊക്കെ എല്ലാവരും ഹാപ്പി ദീപാവലി കേട്ടോ. ഹാപ്പി ദീപാവലി. എല്ലാരും ഉണ്ടായിരുന്നു അവര്.